ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നാച്ചുറൽ കണ്ടീഷണർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതും തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷണർ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷണർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിന്റെ ഡ്രൈനെസ്സും ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഹെയർ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും ഒരു വിധത്തിൽ മുടി സ്ട്രെയിറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ്. അത് മാത്രമല്ല ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ഹെയർ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഹെയറിൽ ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മുടി ഒരുപാട് ഫ്രിസി ആയിട്ടിരിക്കുന്നു, ഡ്രൈ ആയിട്ട് മുടി പൊട്ടി പോകുന്നു, സ്പ്ലിറ്റൻസ് ഒക്കെ ഒരുപാട് വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഹെയറിന് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ മുടിയുടെ ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസ്നെസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് ഹെയർ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്, മുടിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിലാണ് കേട്ടോ ഫ്ലാക്സ് സീഡ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ 2 സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്തു വെക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡിന്റെ അളവ് കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഫ്ലാക്സ് സീഡ് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 2 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഫ്ലാക്സ് സീഡിന്റെ ജെൽ എടുക്കാന്ന് വെച്ചാൽ തിളപ്പിച്ചിട്ടൊക്കെയല്ലേ എടുക്കുക. പക്ഷെ നമ്മൾ ഈ കണ്ടീഷണർ തയ്യാറാക്കുന്നതിൽ തിളപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് ഒരു നൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ച ഫ്ലാക്സ് സീഡ് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലൊരു കുഴമ്പല് പരുവത്തിൽ ഒരു ജെല്ല് ഫോമിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തമായിട്ട് ആ പിഴിഞ്ഞെടുക്കുമ്പോഴേ ആ ഒരു ജെല്ല് ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എടുക്കുക, ഫ്ലാക്സ് സീഡിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എടുക്കുക. പക്ഷെ നമ്മുടെ ഇന്നത്തെ കണ്ടീഷണറിൽ നമ്മൾ അങ്ങനെയല്ല കേട്ടോ തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ജെല്ല് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ തുണി ഉപയോഗിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫ്ലാക്സ് സീഡ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് തിളപ്പിച്ചിട്ട് ജെല്ല് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ജെല്ല് ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് അരിക്കുന്നതിന് മുമ്പ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജെല്ല് ഫോമിൽ കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ചെറിയ സ്പൂൺ നിറച്ചും വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചർ തരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ എന്തെങ്കിലും പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഹെയറിലേക്ക് ഉപയോഗിക്കുന്ന വേറെ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വൈറ്റമിൻ ഇ ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ അളവിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളോ ഒന്നുമില്ല. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ കണ്ടീഷണർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ ഉപയോഗിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ ഞാനൊരു പാക്കായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് വേണം. പക്ഷേ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു അളവിൽ വേണ്ടല്ലോ, നമുക്ക് കുറഞ്ഞ അളവിലല്ലേ നമ്മൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. നമുക്കിത് പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ പാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മുടിയിൽ മാത്രമാണ് തേക്കണേ അങ്ങനെ തേക്കാം, പക്ഷെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ആ ഒരു ഡ്രൈനെസ് മാറ്റാനും ഇത് നന്നായിട്ട് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് നല്ലത് ആവണമെങ്കിൽ നമ്മളിത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കണം. പിന്നെ മുടിയുടെ ടെക്സ്ചർ മാത്രം മാറിയാൽ മതി എന്നാണെങ്കിൽ മുടിയിൽ മാത്രം നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നത്.
പിന്നെ കണ്ടീഷണർ ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ സാധാരണ ഒരു കെമിക്കൽ കണ്ടീഷണർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഷാമ്പു ഉപയോഗിച്ചിട്ട് ആദ്യം മുടി കഴുകുക, മുടി കഴുകിയിട്ട് മുടിയിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ട് അതും നിങ്ങൾ നന്നായിട്ട് തന്നെ കഴുകി കളയണം കേട്ടോ. പിന്നെ കെമിക്കൽ കണ്ടീഷണർ ഒരിക്കലും നമ്മൾ സ്കാൽപ്പിലേക്ക് തേക്കാറില്ല, പക്ഷെ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ സ്കാൽപ്പിലേക്ക് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നാച്ചുറൽ കണ്ടീഷണർ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഫ്ലാക്സീഡ് വെച്ചിട്ടല്ല, അലോവേറ ജെൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലാക്സീഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്ലാക്സീഡിൻ്റെ മലയാളം നെയിം എന്താണെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ചണവിത്ത് എന്നാണ് കേട്ടോ ഇതിനെ പറയുക. ഇതിന് കുറേ പേര് വേറെ എന്തൊക്കെയോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാത്തതുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചണവിത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. നല്ലതാണ്, നമുക്കിത് ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ട് ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഹെയറിൽ ചെയ്യുന്നത് നല്ലതാണോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം, ഞാനിതുവരെ ഒന്നും എൻ്റെ ഹെയറിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഓരോരുത്തരും താല്പര്യമല്ലേ. പിന്നെ ഹെയറിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഹെയറിന് ഹീറ്റ് കൊടുക്കുക, കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ തിന്നായി പോകാനും ഹെയർ പൊട്ടിപ്പോവാനും ഫ്രിസി ആവാനും ഡ്രൈനസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓരോരുത്തരും താല്പര്യമില്ല. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും മുടി ഒന്ന് പിന്നെ സ്ട്രെയിറ്റ് ചെയ്യാനും പിന്നെ സ്മൂത്തൺ ചെയ്യാനും, അങ്ങനെയൊക്കെ നമുക്കൊരു ആഗ്രഹമല്ലേ. ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യുക, പിന്നെ വരുന്നത് അവിടെ വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യണ്ട, അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മുടെ താല്പര്യം അനുസരിച്ച് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഹെയറിന് പ്രോബ്ലം വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കട്ടെ. പാക്കായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ മുടിയിൽ മൊത്തത്തിൽ നമുക്കത് തേച്ച് കുറച്ച് നേരം വെക്കാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഓയിലിൻ്റെ അളവ് ഞാനിപ്പോൾ 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഓയിലി ഹെയറുകാരാണെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങളൊരു 1 സ്പൂൺ അളവിൽ തന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടീഷണറൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഓയിലി ഫീൽ അങ്ങനെ വേണ്ട, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓയിലിൻ്റെ അളവ് ലേശം നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ നല്ലതാണ് കേട്ടോ, നമുക്ക് ഹെയറിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ചേർത്തത്. വെളിച്ചെണ്ണ പറ്റുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അപ്പം ഞാനിതാ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുടിയിലേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുടിയുടെ എൻഡ് വരെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. നമുക്കിത് മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും. പിന്നെ മുടി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മുടി പൊട്ടിപ്പോകും. മുടി കൊഴിച്ചലിനേക്കാളും എല്ലാവർക്കും പ്രശ്നമുള്ളത് മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പം നിങ്ങൾ പിന്നെ മുടിയിൽ നന്നായിട്ട് തുടക്കം മുതൽ എൻഡ് വരെ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിത് സ്കാൽപ്പിലും മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുടി കെട്ടി വെക്കുന്നില്ല കേട്ടോ. ഫ്ലാക്സീഡ് ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആകുമ്പോൾ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വളവ് വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ ഇതുപോലെ തന്നെ ഇത് വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. പിന്നെ നിങ്ങളൊരു കണ്ടീഷണർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയുടെ ഡ്രൈനസും ഫ്രിസിനെസ്സും ഒക്കെ മാറ്റിയെടുക്കാനും ഹെയർ പൊട്ടിപ്പോകാതിരിക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനൊക്കെ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയോ ഒന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അടുപ്പിച്ച ദിവസങ്ങളിൽ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ കണ്ടീഷണർ ആണെങ്കിൽ നമ്മൾ പിന്നെ മുടി കഴുകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ആ കെമിക്കൽ ഷാമ്പൂവിൻ്റെതായിട്ടുള്ള ആ ഒരു വരൾച്ച നമ്മുടെ മുടിയിൽ അറിയില്ല കേട്ടോ. നമ്മുടെ മുടി ആ ഒരു വരൾച്ചയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇത് ഉപയോഗിക്കുക. അപ്പം ഞാൻ കഴുകുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകുന്നില്ലല്ലോ, വെറുതെ വെള്ളത്തിലല്ലേ കഴുകുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ചെയ്തിട്ട് നിങ്ങൾ കഴുകുക. പിന്നെ ഓയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിലി ഹെയറുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കും. ഡ്രൈ ഹെയർ ആണെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ അളവിൽ ഓയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഒരു തവണ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എന്തായാലും
കാര്യം മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ഓയിലിൻ്റെ അളവ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.